أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ غدوت من أهلك تبوئ المؤمنين مقاعد للقتال والله سميع عليم. إذ همت طائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنون. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. بارك الله ولنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരവും ഇരുത്തത്തെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു അവൻ്റെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സൂറത്ത് ആലി ഇംറാൻ 121, 22, 23 3 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. ഈ 3 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദിന്റെ സംഭവമാണ് പറയുന്നത്. ഉഹദിന്റെ സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട് നിർത്തിയ ആയത്ത്, അതിൻ്റെ ലംഘനമാണ് ഉഹദിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഉഹദില് കനത്ത പരാജയം മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുകയുണ്ടായി. എന്താ നിർത്തിയത്? വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ സഹനത അവലംബിക്കുകയും അഥവാ ക്ഷമിക്കുകയും തഖ്വയുള്ളവരായി തീരുകയും ചെയ്താൽ ലാ യദുറുക്കും കൈദുഹും ശൈഅ, ആരുടെ ഉപദ്രവങ്ങളും കുതന്ത്രങ്ങളും നിങ്ങളെ സ്പർശിക്കുകയില്ല, നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല. ആരെല്ലാം ഏതെല്ലാം തരത്തിൽ പരിശ്രമിച്ചാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം. 2 ഗുണം ഉണ്ടാകണം. 1 സഹനത, ക്ഷമ മുറുകെ പിടിക്കണം. 2 തഖ്വയുള്ളവരായി മാറണം. അപ്പൊ ഈ 2 കാര്യത്തിന്റെ ഒരു ലംഘനം ഉഹദിലുണ്ടായി. ആ ഉഹദിലുണ്ടായത് കാരണത്താൽ കനത്ത പരാജയം മുസ്ലിമീങ്ങൾ നേരിടേണ്ടി വന്നു. എന്താണ് ഉഹദ് എന്ന് പറയപ്പെടുന്നത്? ഹിജ്റയുടെ 3-ാമത്തെ വർഷം, അഥവാ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഹിജ്റയുടെ 3-ാമത്തെ വർഷം പരിശുദ്ധമായ മദീനയിൽ നിന്നും 4 മൈൽ മാത്രം അകലെയുള്ള ഉഹദ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിനാണ് ഉഹദി യുദ്ധം എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, ബദറിൽ കനത്ത പരാജയം ഖുറൈശികൾക്ക് നേരിടേണ്ടി വന്നു. അവരുടെ വലിയ വലിയ നേതാക്കന്മാർ അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ നേതൃത്വം അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ആത്മവീര്യം ചോർന്നു പോകുമാറുള്ള ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ വർദ്ധിതമായ കോപത്തോടെ, വിരോധത്തോടെ അവർ 1 വർഷത്തോളം മക്കയിൽ കഴിഞ്ഞു. വലിയ വലിയ തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചു കൊണ്ടേയിരുന്നു മക്കയിൽ വെച്ച്. ഈ കനത്ത പരാജയത്തിന് പകരം വീട്ടണം. കണ്ടുമുട്ടുന്നവരൊക്കെ പരസ്പരം സംസാരിക്കുന്നത് ഇതാണ്. അങ്ങനെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മുസ്ലിമീങ്ങളോടുള്ള, പ്രവാചകരോടുള്ള വൈരാഗ്യം ഇരട്ടിയുടെ ഇരട്ടിയായി. അങ്ങനെ 3000-ഓളം വരുന്ന വലിയൊരു സൈന്യത്തെ അവർ സജ്ജമാക്കി. ഖുറൈശികൾ പകയുടെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പേരിൽ
3000-ഓളം വരുന്ന സൈന്യത്തെ അവർ സജ്ജമാക്കിക്കൊണ്ട് വീണ്ടും മദീനയെ ആക്രമിക്കാൻ വേണ്ടി നബിയെയും സഹാബത്തിനെയും വധിച്ചു കളയുന്നതിന് വേണ്ടി, കൊന്നുകളയുന്നതിന് വേണ്ടി അവര് തയ്യാറെടുത്ത് ഉഹദിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി സംഭവം. ഹിജ്റയുടെ 3-ാമത്തെ വർഷം ശവ്വാൽ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ശനിയാഴ്ച ദിവസം പ്രഭാതം മുതലാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബക്കളെ ഒരുമിച്ച് കൂടി മുശാവറ നടത്തി, കൂടിയാലോചന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പരിചയസമ്പന്നരായ മുതിർന്ന സഹാബാക്കൾക്കും ഒരേ ഒരു അഭിപ്രായം, നമ്മൾ മദീനയുടെ വെളിയിൽ പോയി അവരെ പ്രതിരോധിക്കേണ്ട, മദീനയുടെ ഉള്ളിൽ വെച്ച് തന്നെ അവരെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ അഭിപ്രായം. പക്ഷേ ബദറിൽ പങ്കെടുക്കാതിരുന്ന മുസ്ലിമീങ്ങളായ ചില സഹാബാക്കളും അതുപോലെ തന്നെ യോദ്ധാക്കളായ യുവാക്കളായ ഒരു നിര സഹാബാക്കളും അവരിൽ പലരും രക്തസാക്ഷിത്വം കൊതിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, വേണ്ട, നമുക്ക് മദീനയുടെ വെളിയിൽ തൊട്ടടുത്ത് അല്ലെങ്കിൽ മദീനയുടെ വെളിയിൽ വെച്ച് അവരെ നേരിടാം, അവരെ പ്രതിരോധിക്കാം എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ അഭിപ്രായത്തിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് മദീനയുടെ വെളിയിൽ ഏകദേശം ഒരു 4 മൈൽ മാത്രം ദൂരമുള്ള 5 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 6 കിലോമീറ്റർ അത്രയും ദൂരത്തുള്ള ഉഹദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുമ്പോൾ നബിതങ്ങളും സൈന്യത്തെ സജ്ജമാക്കി. നബിതങ്ങളുടെ സൈന്യം 1000 പേരാണ്, മറ്റവരെത്രയാണ്? 3000 പേരാണ്. 1000 ആളുകളെയാണ് ഉഹദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സജ്ജമാക്കി. അങ്ങനെ സജ്ജമാക്കി മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പതാകയും കൊടുത്തു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പതാക കൊടുത്തു, അമീറാക്കി നിശ്ചയിച്ചു. അങ്ങനെ അവര് ഉഹദിലേക്ക് മാർച്ച് പോവുകയാണ്. പോകുന്ന സ്ഥലത്ത് വെച്ച് പോകുന്നതിന്റെ ഇടയ്ക്ക് ഷൗത്ത് എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട്. ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾ കാണാൻ കഴിയും, അവിടെ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട് ഷൗത്ത്. ഇന്ന് അവിടെ ഒരു സൂക്കുണ്ട്, ഒരു ചെറിയൊരു മാർക്കറ്റാണ്, ഷൗത്ത് സൂക്ക് എന്നാണ് പറയുന്നത്. അവിടെ എത്തിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയപ്പെടുന്ന മുനാഫിക്കുകളുടെ നേതാവ്, അയാളുടെ പക്ഷം വന്ന, അയാളുടെ കൂട്ടത്തിൽ വന്ന 300 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങളില്ല, ഞങ്ങൾ പോവുകയാണ്, തിരിച്ചു പോവുക, ഞങ്ങൾ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. യുദ്ധത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 300 ആളുകൾ തിരിച്ചു മടങ്ങി. ബാക്കി എത്രയുണ്ട്? ബാക്കി 700 ആളുകളാണ്. 700 ആളുകളാണ്. ഈ 700 ആളുകളിൽ തന്നെ ബനൂ സലമ, ബനൂ ഹാരിസ് എന്ന് പറയപ്പെടുന്ന പ്രബലമായ 2 വലിയ ഗോത്രം, മദീനയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വലിയ 2 ഗോത്രമാണ്, ഗോത്രവർഗക്കാരാണ് ബനൂ സലമ, ബനൂ ഹാരിസ് എന്ന് പറയപ്പെടുന്നത്. അവരുടെ ആളുകളും വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്, നമ്മളിപ്പോ ഇത്ര ആളുകളല്ലേ ഉണ്ട്, അവന്മാര് 3000-ഓളം ആളുകളുണ്ട്, ഇതെങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആകെ തശ്വീശായി. പക്ഷേ ഉറച്ച സഹാബാക്കൾ, മുഅ്മിനീങ്ങൾ അവർക്ക് ആത്മവീര്യം കൊടുത്തു. നിങ്ങൾ സദൈര്യം നിൽക്കിൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂട്ടത്തിലുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? റബ്ബ് നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കാതെ ഉറച്ചു നിൽക്കിൻ. ഏതായിരുന്നാലും അവരെയും കൂടെ കൂട്ടി 700-ഓളം വരുന്ന സഹാബാക്കൾ പരിശുദ്ധമായ ഉഹദിലെത്തിയിട്ട് ഉഹദിന്റെ ഒരു ഭാഗം, ഉഹദിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഒരു ഭാഗം ഉഹദ് മലയാണ്, വിശാലമായ നീണ്ടു നിവർന്നു കിടക്കുന്ന മലയാണ്, ഒരു വലിയൊരു മലയാണ്, ജബലാണ് ഉഹദ് ജബൽ. അതിനെ പിൻഭാഗത്താക്കിക്കൊണ്ട് ഉഹദ് മലയുടെ മുൻഭാഗത്ത് സൈന്യം തമ്പടിച്ചു. അതിന്റെ തൊട്ടുഭാഗത്ത് ജബൽ റുമാത്ത്, ചെറിയൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ അവിടെ കൂടിയാണ് ശത്രുക്കൾ വരാനുള്ള സാഹചര്യമുള്ളത്. ശത്രുക്കൾ അഥവാ കടന്നു വരികയാണെങ്കിൽ ആ മല ചാടിക്കടന്ന് വേണം ഇങ്ങോട്ട് മുസ്ലിം സൈന്യത്തിന്റെ അരികിലേക്ക് എത്താൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50-ഓളം ആളുകൾ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, ഇമാറത്തിൽ
50ഓളം വരുന്ന അമ്പെയ്ത്തുകാരായ വില്ലാളി വീരന്മാരായ അതിൽ പ്രാവീണ്യം സിദ്ധിച്ചിട്ടുള്ള 50 സഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ കടന്നു വരാൻ സാധ്യതയുള്ള മലയുടെ മുകളിൽ നിലയുറപ്പിച്ചു. ചെന്ന് നിൽക്കാൻ പറഞ്ഞു. അവർ വന്നാൽ അവരെ ശക്തമായിട്ട് പ്രതിരോധിക്കണം. നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ കയ്യിലുള്ള അമ്പ് കൊണ്ട് നിങ്ങൾ അവരെ പ്രതിരോധിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് അവരോട് പറഞ്ഞു. നിങ്ങൾ ഈ മറുഭാഗത്ത് മുസ്ലിം സൈന്യത്തിന് വധിക്കപ്പെടുകയും അവരെ തുണ്ടം തുണ്ടമായി കഷണിക്കപ്പെടുകയും പക്ഷിപർവാദികൾ അവരുടെ മാംസത്തെ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ പാടില്ല. മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന്റെ മാംസം പക്ഷികൾ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോകുന്നത് നിങ്ങൾ കണ്ടാൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും എന്റെ ഓർഡർ ഇല്ലാതെ ശരി വന്നുകൊള്ളി എന്ന് ഞാൻ വിളിക്കുന്നത് വരെ നിങ്ങൾ ആ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വരാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൽപ്പന കൊടുത്തു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവര് ആ മലയുടെ മുകളിൽ നിലയുറപ്പിച്ചു. വർദ്ധിത വീര്യത്തോടുകൂടി 3000ഓളം വരുന്ന സൈന്യം ഉഹദിലേക്ക് പാഞ്ഞു കയറി. പക്ഷേ മുസ്ലിം ഉമ്മത്ത് 700 പേരേ ഉള്ളൂ. പക്ഷേ അള്ളാഹുവിന്റെ ശക്തമായ ഇടപെടലുണ്ടായി. അവർക്ക് കടുത്ത പരാജയം നേരിട്ടു. അവര് പിന്തിരിഞ്ഞോടി. ഒരു ഭാഗം അവര് പിന്തിരിഞ്ഞോടി. ഭടന്മാർ പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ യുദ്ധം അവസാനിച്ചു. ഇനി യുദ്ധമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ മലയുടെ മുകളിൽ നിന്നും നിന്നിരുന്ന 50 ആളുകളിൽ കുറച്ച് ആളുകൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഈ സമയത്ത് ഗനീമത്ത് സ്വത്തുക്കൾ പറക്കിയെടുക്കുന്ന വികൃതയിലായിരുന്നു ആളുകൾ, മുസ്ലിമീങ്ങൾ. ഇവർ വിചാരിച്ചു നമ്മൾ അവിടെ എത്തിയില്ല എങ്കിൽ നമ്മൾക്ക് ഗനീമത്ത് സ്വത്ത് കയ്യിൽ കിട്ടാൻ സാധ്യതയില്ല, നമുക്ക് കിട്ടുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ മലയുടെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോഴല്ലാതെ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. പക്ഷേ അവർ കേട്ടില്ല, അമീറിനെ അനുസരിച്ചില്ല, ക്യാപ്റ്റനെ അവരനുസരിച്ചില്ല. കുറച്ചാളുകൾ അവർ താഴേക്ക് ഇറങ്ങി. തിരിച്ചുപോയ കുഫാറുകളുടെ സൈന്യത്തിന്റെ ഒരു സേനയുടെ നേതാവായിരുന്നു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു വലിയ ചാട്ടുളിപ്പഴയോ വലിയ അമ്പെയ്ത്തിൽ പ്രാവീണ്യം നിശ്ചയിച്ചിട്ടുള്ള ആളാണ്, നല്ല കരുത്തുറ്റ ആളാണ്. അദ്ദേഹം ഒരു സേനാ നായകനാണ്. അയാൾ നോക്കുമ്പോ 6, 7, 8 ആളുകളെ ഉള്ളൂ മലയുടെ മുകളിൽ, അമ്പെയ്ത്തുകാരായ ആളുകളുടെ മുകളിൽ നിഷ്പ്രയാസം അവരെ തകർക്കാൻ കഴിയും എന്ന് വിചാരിച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭാഗത്തെ സൈന്യം നേരെ വരികയും ഇവരെ ആക്രമിക്കുകയും മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് അനായാസം ഇറങ്ങി വരികയും ചെയ്തു. ഇവിടെ ഗനീമത്ത് സ്വത്ത് വാരിയെടുക്കുന്ന തകൃതിയിലായിരുന്നു. ഇത് കണ്ടുകൊണ്ട് തിരിച്ചുപോയ ഖുറൈശികളുടെ സൈന്യവും കയറി വന്നു, ആക്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ നബി സല്ലല്ലാഹു അവരുടെ ആത്മബീജത്തിനെ നശിപ്പിച്ച് കളയത്തക്ക രീതിയിൽ കിംവദന്തി പരത്തപ്പെട്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നു, നബിയും ഇവിടെ വധിക്കപ്പെട്ടിരിക്കുന്നു, കൊന്നിരിക്കുന്നു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കിംവദന്തി രണാങ്കണത്തിലുടനീളം വിളംബരം ചെയ്യപ്പെട്ടു. ഇത് കേട്ടപ്പോ ശേഷിച്ച കടുത്ത പരാജയം, ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ വധിക്കപ്പെടുന്നു, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നു, വില്ലാളി വീരന്മാരായ പ്രധാനപ്പെട്ട സഹാബാക്കൾ മുഴുവനും വധിക്കപ്പെടുന്നു, കനത്ത പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവാർത്തയും അവിടെ അടിച്ചു വീശാൻ തുടങ്ങി. ആത്മവീര്യം നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് കനത്ത പരാജയം മുസ്ലിം ഉമ്മത്തിന് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, وَإِذْ غَدَوْتَ مِنْ أَهْلِكَ تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ. നബിയേ, സത്യവിശ്വാസികൾക്ക് യുദ്ധത്തിന് താവളമൊരുക്കാനായി താങ്കളുടെ കുടുംബത്തിൽ നിന്ന് പുലർച്ചെ ഇറങ്ങി തിരിച്ച കാര്യം അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ നബിയെ. സൈന്യത്തെ സജ്ജമാക്കാൻ വേണ്ടി തങ്ങളുടെ വീട്ടിൽ നിന്ന്
തങ്ങൾ അതിരാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ട് സൈന്യത്തെ അങ്ങ് തയ്യാറാക്കിയല്ലോ. വല്ലാഹു സമീഉൻ അലീം, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ചലനങ്ങളും അവൻ കേൾക്കുന്നു, സകലതും അവൻ അറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ഹമ്മത് ത്വായിഫതാനി മിൻകും തബ്സല വല്ലാഹു വലിയുഹുമാ, അല്ലാഹു അവരുടെ രക്ഷാധികാരിയായിരിക്കെ തന്നെ ഒന്നോർക്കണേ നബിയെ, അങ്ങയുടെ സൈന്യത്തിൽ നിന്ന് രണ്ട് വിഭാഗം ഭയന്ന് ഓടാൻ വേണ്ടി ഭാവിച്ച സന്ദർഭം അങ്ങയുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുപോവാ. അങ്ങ് സജ്ജമാക്കി കൊണ്ടുവന്ന് പകുതി ദൂരത്തെത്തിയപ്പോ 300 പേരടങ്ങുന്ന ഒരു സംഘം അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂലിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിട്ടുപിരിഞ്ഞു പോയി. രണ്ടാമത് അവശേഷിച്ച സംഘത്തിൽ നിന്നും ബനൂ സലമയും ബനൂ ഹാരിസയുടെ 2 ഗോത്രക്കാര് അവര് ചാഞ്ചാട്ടം തുടങ്ങി. അവരുടെ ധൈര്യം തീർന്നു, അവര് ചഞ്ചലിക്കാൻ തുടങ്ങി. തിരിഞ്ഞു പോകാനുള്ള സന്നദ്ധത അവർ പ്രകടിപ്പിച്ചു. നബിയെ, ഇതൊന്ന് ഓർക്കു നബിയെ. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? വല്ലാഹു വലിയുഹുമാ, അല്ലാഹു അവരുടെ നേതൃത്വം ഏറ്റെടുത്തിട്ട് പോലും, റബ്ബ് അവരുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും അവർ പിന്തിരിഞ്ഞു പോയ സന്ദർഭം ഒന്ന് ഓർക്കണേ നബിയെ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എക്കാലത്തും വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അവരുടെ സകല കാര്യങ്ങളും അല്ലാഹുവിലേക്ക് അവർ പരമേൽപ്പിക്കുക. എന്നിട്ട് ഉദാഹരണമായിട്ട് അല്ലാഹു പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, അല്ലാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ നന്നേ ദുർബലരായിരുന്നു. സംഘബലത്തിലും ആയുധബലത്തിലും കാര്യശേഷിയിലും എല്ലാം നിങ്ങൾ ദുർബലരായിരുന്നു. നിങ്ങൾ ദുർബലരായിരിക്കെ തന്നെ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സഹായിച്ചു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഗുണം ഉഹദിലുണ്ടായില്ല. അവിടെ മുഅ്മിനീങ്ങൾ അല്ലാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് അവര് സധൈര്യം പോരാടിയപ്പോ അല്ലാഹുവിന്റെ സഹായം ബദറിലേക്ക് ഇറങ്ങി. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഒരല്പസമയം ധനമോഹം ഹൃദയത്തിലേക്ക് വന്നു. പടച്ചവന്റെ കൽപ്പന അവര് മറന്നു, അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയും മറന്നു, അമീറിനെ അനുസരിക്കാതെയും വന്നു. ഇതൊത്തുകൂടിയപ്പോ കനത്ത പരാജയം വന്നുപെട്ടു. ഇതാണ് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചത്. ഇതിനകത്ത് വലിയൊരു പാഠം നമുക്കുണ്ട്, വലിയൊരു പാഠമുണ്ട്. ഒന്നാമത്തെ പാഠം എന്താ? അള്ളാഹുവിൽ തവക്കുലാക്കുക. രണ്ടാമത്തെ പാഠം എന്താ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളെ, പ്രവാചകന്റെ ചര്യകളെ മുറുകെ പിടിക്കുക. മൂന്നാമത്തെ കൽപ്പന എന്താ? മൂന്നാമത്തെ കൽപ്പന നേതൃത്വത്തിനെ അനുസരിക്കുക. നേതൃത്വത്തിനെ അനുസരിക്കുക. ഈ 3 ഗുണം ഏതൊരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനുണ്ടായിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ജേതാക്കളും നേതാക്കളും ആരായിട്ട് ഉറങ്ങുകയാണ്. ഞാൻ മയ്യത്തിനോട് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അല്ലാഹു അക്ബർ. മുമ്പിലിരിക്കുന്ന മയ്യത്തുകളോട് സംസാരിക്കുന്ന പോലെ ഉണ്ട്. ആര് ജയിച്ചിട്ടുണ്ട്? മുസ്ലിങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഈ 3 കാര്യത്തിൽ എവിടെ ഏത് സമയത്ത് ഭംഗം വന്നിട്ടുണ്ടോ മുസ്ലിമീങ്ങൾ കടുത്ത പരാജയത്തിലുമായിട്ട്. അള്ളാഹു നമുക്കും എല്ലാവർക്കും നല്ലൊരു ഗുണപാഠം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിത്തീരുന്നതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഗദൗത മിൻ അഹ്ലിക തുബവ്വിഉൽ മുഅ്മിനീന മഖാഇദ ലിൽഖിതാൽ വല്ലാഹു സമീഉൻ അലീം. ഇദ് ഹമ്മ
همت طائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنون ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب